2025 എന്ന വർഷം മലയാള സിനിമയുടെ ചരിത്രത്തിൽ എങ്ങനെ ഓർമ്മിക്കപ്പെടും? സൂപ്പർ സ്റ്റാർ പടങ്ങൾ നേടിയ കോടികളുടെ പേരിലാണോ, അതോ ഒരു പ്രതീക്ഷയുമില്ലാതെ വന്ന ഹിറ്റായ ചെറിയ സിനിമകളുടെ പേരിലാണോ? സത്യത്തിൽ 2025 ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. നല്ലൊരു കഥയുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാറുകൾ വേണ്ട. ഒരു സിനിമയ്ക്ക് 50 കോടി നേടാൻ കഥ മാത്രം മതി. ഇത് പ്രേക്ഷകർ തെളിയിച്ച വർഷമാണ് 2025. അതേസമയം കോണ്ടന്റ് മികച്ചതാണെങ്കിൽ സൂപ്പർ സ്റ്റാർ പടങ്ങൾക്ക് അതിരുകളുമില്ല. അതും 2025 നമുക്ക് കാണിച്ചു തന്നു. ത്രില്ലർ, സയൻസ് ഫിക്ഷൻ, ഫാന്റസി, കോമഡി, ഫീൽ ഗുഡ്, പോലീസ് പ്രൊസീജറൽ, മലയാള സിനിമ അങ്ങനെ എല്ലാ അതിരുകളും ഭേദിച്ചു. നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്നുകൂടി പോവാം. എന്നിട്ട് കണ്ടുപിടിക്കാം ആരായിരുന്നു 2025 യഥാർത്ഥ താരമെന്ന്. 2025 തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. കോടികൾ മുടക്കി താരങ്ങളെ വെച്ച് സിനിമകൾ വന്നു, പക്ഷെ അവ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അതോടെ പലരും പറഞ്ഞു ഇൻഡസ്ട്രി തീർന്നുവെന്ന്. സ്ഥിരം ഫോർമാറ്റുകൾക്കൊന്നും രക്ഷയില്ലാത്ത അവസ്ഥ. പക്ഷെ അപ്പോഴാണ് അത് സംഭവിച്ചത്. വലിയ താരപ്പൊലിമയില്ലാത്ത ഒരു സിനിമ വന്നു, യുവതാരങ്ങളും കുറച്ച് പുതുമുഖങ്ങളും മാത്രം. ആ പടം കേരള ബോക്സ് ഓഫീസ് ഒരു കൊടുങ്കാറ്റായി. അതൊരു തുടക്കം മാത്രമായിരുന്നു. 2025 ഒറ്റ കാര്യം തെളിയിച്ചു: മലയാളികൾക്ക് സിനിമ കാണാൻ ഒരു കാരണം മതി, അതൊരു നല്ല സിനിമയായിരിക്കണം. ആരഭിനയിച്ചു എന്ന വിഷയമല്ല, ആ സിനിമ എന്തു പറയുന്നു അതാണ് പ്രധാനം. പ്രേക്ഷകർ അത് ഉറക്കെ പറഞ്ഞ വർഷമാണ് 2025. ഈ മാറ്റത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ എഴുതാൻ പോകുന്ന സിനിമ, അതായത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഡൊമിനിക്കറിനായിരുന്നു സംവിധായകൻ. ഇതൊരു ഡാർക്ക് ഫാന്റസി സൂപ്പർ ഹീറോ പടമായിരുന്നു. മലയാള സിനിമയിലെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡും ഈ സിനിമ തകർത്തു. കല്യാണി പ്രിയദർശൻ ടൈറ്റിൽ റോളിലെത്തി. നസ്ലിനായിരുന്നു മറ്റൊരു പ്രധാന താരം. സിനിമയുടെ ബജറ്റ് ഏകദേശം 30 കോടിയായിരുന്നു. പക്ഷേ റിലീസിന് ശേഷം നടന്ന ഒരു മാജിക് ആണ്. പ്രേക്ഷകർ ഈ സിനിമയെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പടം കത്തിക്കേറി. അവസാനം ആ ചരിത്ര നേട്ടം സംഭവിച്ചു. മലയാളത്തിൽ ആദ്യമായി ഒരു സിനിമ 300 കോടി ക്ലബിൽ കയറി. ലോകം നേടിയത് 303 കോടിക്ക് മുകളിലാണ്. അതുപോലെ ഫീമെയിൽ സെൻട്രിക് സൂപ്പർ ഹീറോ പടം ഇത്ര വലിയ ഹിറ്റ് ആകുന്ന അപൂർവമാണ്. ഇന്ത്യൻ സിനിമയെ പോലും ഇത് റെയർ ആയിരുന്നു. ലോക ഒരു കാര്യം തെളിയിച്ചു: കഥയിൽ പുതുമ വേണം, പറയുന്ന രീതി സത്യസന്ധത വേണം, അതുപോലെ പ്രകടനത്തിൽ ആത്മാർത്ഥതയും വേണം. എങ്കിൽ ബജറ്റോ സ്റ്റാർ കാസ്റ്റോ ഒന്നും ഒരു വിഷയമല്ല. ഈ ട്രെൻഡ് ഇവിടെയൊന്നും അവസാനിച്ചില്ല. കിഷ്കിന്ധാകാന്ഡം ടീമിന്റെ അടുത്ത പടം വന്നു. എക്കോ എന്നായിരുന്നു അതിന്റെ പേര്. അതൊരു മിസ്റ്ററി ത്രില്ലറായിരുന്നു. വലിയ താരങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. കോണ്ടന്റ് മാത്രം വെച്ച് സിനിമ സൂപ്പർ ഹിറ്റായി. ഏകദേശം 50 കോടി രൂപ നേടി. ഖാലിദ് റഹ്മാൻ നസ്ലിൻ ടീം വീണ്ടും ഒന്നിച്ചു. ആലപ്പുഴ ജിംഖാന എന്ന സ്പോർട്സ് കോമഡി ഡ്രാമയുമായി അവർ വന്നു. സ്ഥിരം സ്പോർട്സ് സിനിമകളുടെ ക്ലീശയെല്ലാം അവർ ഒഴിവാക്കി. സൗഹൃദത്തിനും റിയലിസ്റ്റിക് കോമഡിക്കും പ്രാധാന്യം നൽകി. ഈ പടം 70 കോടിയെ കൂടുതൽ കളക്ട് ചെയ്തു. 2025 മലയാള സിനിമ ഏറ്റവും ശ്രദ്ധിച്ച ഡയലോഗുകൾ ഒന്നായിരുന്നു അജേഷ് ആടാ അജേഷ്. ഇതൊരു ഡയലോഗ് മാത്രമല്ല, ഒരു മൊമെന്റ് ആയിരുന്നു. GR ഇന്ദുഗോപന്റെ എഴുത്ത്, ജ്യോതിഷ് ശങ്കറിന്റെ സംവിധാനം, ബേസിൽ ജോസഫിന്റെ കരുത്തുറ്റ പ്രകടനം. പൊന്മാൻ പ്രേക്ഷകരെ ഒരേ സമയം ചിരിപ്പിച്ചു, അതേസമയം വേദനിപ്പിക്കുകയും ചെയ്തു. അതുപോലെ കോടി ക്ലബുകളിൽ കയറിയില്ലെങ്കിലും മൂൺ വാക്ക്, സർക്കീട്ട്, തലവര, വ്യസന സമേതം ബന്ധുമിത്രാദികൾ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, ഡിക്റ്ററ്റീവ് ഉജ്ജ്വലൻ, റോന്ത്, പെറ്റ് ഡിക്റ്ററ്റീവ് തുടങ്ങിയ സിനിമകൾ വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് കൊണ്ട് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ സിനിമകളെല്ലാം അവർ ഒറ്റ കാര്യമാണ് പറഞ്ഞത്: ഓഡിയൻസ് ഒരുപാട് മാറി, അവർക്ക് വേണ്ടത് വെറൈറ്റിയാണ്. 2025 പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ജോണർ ഏതായിരുന്നു? ഒരു സംശയവും വേണ്ട, അത് ത്രില്ലറുകളായിരുന്നു. പക്ഷെ അത് വെറും കുറ്റാന്വേഷണ സിനിമകളല്ല, നല്ല ബ്രില്യൻ സ്മാർട്ട് പോലീസ് സ്റ്റോറികളാണ്. അവയാണ് ഈ വർഷം ഹിറ്റായത്. അതിൽ ഏറ്റവും പ്രധാനം രേഖാചിത്രമായിരുന്നു. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത പടം. ആസിഫ് അലി ആയിരുന്നു നായകൻ. അതൊരു സാധാരണ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിരുന്നില്ല. മലയാള സിനിമയുടെ ചരിത്രവുമായി ബന്ധമുള്ള ഒരു ത്രെഡ് അതിനുണ്ടായിരുന്നു. സിനിമയുടെ ബജറ്റ് വെറും 8.5 കോടി രൂപയായിരുന്നു. പക്ഷേ അതിന്റെ തിരക്കഥയും മേക്കിങ്ങും ഗംഭീരമായിരുന്നു. അതുകൊണ്ട് മാത്രം പടം ബ്ലോക്ക് ബസ്റ്ററായി. 57 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത്. ഇതുപോലെ തന്നെ കോണ്ടന്റ് കൊണ്ട് ജയിച്ച മറ്റൊരു ത്രില്ലറാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. കുഞ്ചാക്കോ ബോബൻ ആയിരുന്നു നായകൻ. ഒരു പോലീസുകാരന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അത് കാണിച്ചു. പ്രൊഫഷണലും പേഴ്സണലുമായ കാര്യങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയി അവതരിപ്പിച്ചു. ഈ പടം 54 കോടിയിലധികം കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റായി. ഈ സിനിമകളുടെ വിജയം ഒരു കാര്യം ഉറപ്പിച്ചു: മലയാളികൾക്ക് ത്രില്ലറുകൾ ഇപ്പോഴും ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് അത് റിയലിസവും ഡീറ്റെയിലിംഗും വേണം. അത് നിർബന്ധമാണ്. ചെറിയ പടങ്ങൾ ഹിറ്റായപ്പോൾ സൂപ്പർ സ്റ്റാറുകൾക്ക് എന്ത് പറ്റി? അവർക്ക് അടിതെറ്റിയോ? സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷെ കളി മൊത്തത്തിൽ മാറി. 2025 വിജയിച്ച സൂപ്പർ സ്റ്റാർ സിനിമകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒന്നുകിൽ അവ നടന്മാർക്ക് അഭിനയിക്കാൻ അവസരം നൽകി, അല്ലെങ്കിൽ സംവിധായകന്റെ കാഴ്ചപ്പാടിന് മുന്നിൽ അവർ താരപദവി മാറ്റിവെച്ചു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മമ്മൂട്ടി. ഒരു സൂപ്പർ താരം സ്വന്തം ഇമേജ് മാറ്റിവെച്ചു. ഗ്ലോറിഫിക്കേഷൻ ഒന്നുമില്ലാതെ ഒരു നെഗറ്റീവ് റോൾ ചെയ്തു. പ്രേക്ഷകർ അത് ഏറ്റെടുത്തു. കളങ്കാവൽ 85 കോടിക്ക് മുകളിലാണ് നേടിയത്. ഈ സിനിമയിലെ നായകൻ വിനായകനാണ്, ഞാൻ വില്ലനാണ് എന്ന് മമ്മൂട്ടി തന്നെ പറഞ്ഞിരുന്നു. അത് മാറുന്ന സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം കൂടി കാണിക്കുന്നു. അതുപോലെ തന്നെ മോഹൻലാലിനും മികച്ച വർഷമായിരുന്നു 2025. നടനെയും താരത്തെയും ഒരുമിച്ച് ആഘോഷിക്കാൻ സാധിച്ച വർഷം.
ഒരു വശത്ത് L2E എമ്പുരാൻ എന്ന ബ്രഹ്മാണ്ഡ പടം. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ 180 കോടിയായിരുന്നു ബജറ്റ്. 268 കോടിയോളം നേടി അത് ഇൻഡസ്ട്രി ഹിറ്റായി. അതോടൊപ്പം മറ്റൊരു സിനിമയും വന്നു, യുവ സംവിധായകൻ തരുൺ മൂർത്തിയുടെ തുടരും. ആ സിനിമ 235 കോടിയിലധികം നേടി വൻ വിജയമായി. ഒരു നടൻ എന്ന നിലയിൽ വളരെ നാളുകളായി ആരാധകർ കാണാൻ ആഗ്രഹിച്ച മോഹൻലാലിനെ തിരിച്ചു കിട്ടിയ സിനിമയായിരുന്നു തുടരും. ശരിക്കും മോഹൻലാൽ നിറഞ്ഞാടിയ സിനിമയായിരുന്നു അത്. അതിന് പിറകെ വന്ന എവർഗ്രീൻ കോംബോ ആയ മോഹൻലാൽ സത്യനന്ദിക്കാരന്റെ ഹൃദയപൂർവ്വം എന്ന ഫാമിലി ഡ്രാമയും വലിയ ഹിറ്റായി മാറി. ആ സിനിമ 76 കോടിയോളം കളക്ഷൻ നേടി. അതുകൊണ്ട് സംഭവം വളരെ സിമ്പിൾ ആണ്. സൂപ്പർ സ്റ്റാറുകൾ നല്ല കോണ്ടന്റും നല്ല സംവിധായകരും തിരഞ്ഞെടുത്തു. അപ്പോൾ അവരുടെ സ്റ്റാർ വാല്യൂ വിജയത്തിന്റെ വലിപ്പം കൂട്ടി. അവരുടെ കണ്ടന്റിനൊപ്പം നിന്നപ്പോൾ ബോക്സ് ഓഫീസ് അവരെ കൈവിട്ടില്ല. എന്തുകൊണ്ടാണ് 2025 ഇങ്ങനെ ഒരു മാറ്റം വന്നത്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രേക്ഷകരുടെ ടേസ്റ്റ് മൊത്തത്തിൽ മാറി. OTT വഴി ലോക സിനിമകൾ കണ്ടു തുടങ്ങി. പുതിയ തലമുറയ്ക്ക് സ്ഥിരം മസാല പടങ്ങളൊക്കെ മടുത്തു. അവർക്ക് പുതിയ കഥകൾ വേണമായിരുന്നു, പുതിയ അനുഭവങ്ങൾ വേണമായിരുന്നു. സോഷ്യൽ മീഡിയ റീലുകളുടെ ക്വാളിറ്റി പോലും ഇല്ലാതെ ഇറങ്ങുന്ന സിനിമകൾ എത്ര പരസ്യം ചെയ്താലും പൊട്ടിപ്പോകുന്ന കാഴ്ചയും 2025 നമ്മൾ സാക്ഷ്യം വഹിച്ചു. രണ്ടാമത്തെ കാരണം പുതിയ ഫിലിം മേക്കേഴ്സ് വന്നതായിരുന്നു. വെറൈറ്റിയായി ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. റിസ്ക് എടുക്കാൻ അവർക്ക് ഒരു മടിയുമില്ലായിരുന്നു. അങ്ങനെയുള്ള സംവിധായകരും എഴുത്തുകാരും സജീവമായി. ലോക പോലെ ഹോളിവുഡിനെ വെല്ലുന്ന ഒരു ഫാന്റസി സിനിമ എടുത്തു. കളങ്കാവൽ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ വില്ലനാക്കി മാറ്റി. ഈ ധൈര്യമൊക്കെയാണ് ഈ മാറ്റത്തിന്റെ കാരണം. ചുരുക്കി പറഞ്ഞ 2025 മലയാള സിനിമയെ പുതിയ രീതി റീഡിഫൈൻ ചെയ്തു എന്ന് തന്നെ പറയാം. സൂപ്പർ സ്റ്റാർ യുഗം അവസാനിച്ചു എന്നല്ല ഇതിനർത്ഥം. സിനിമ പോലുള്ള ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് സൂപ്പർ താരങ്ങൾ വളരെ അത്യാവശ്യമാണ്. പക്ഷേ കളിയുടെ രീതി മാറി. അതൊക്കെ മേലെ സിനിമയുടെ യഥാർത്ഥ താരം കഥയായി മാറി. കോണ്ടന്റ് ഈസ് ദ റിയൽ കിങ്. 2025 മലയാള സിനിമയെ ഭരിച്ചത് കോണ്ടന്റ് ആണ്. നമുക്കത് ഉറപ്പിക്കാം. കാരണം താരങ്ങളില്ലാത്ത സിനിമകൾ 50 കോടി നേടുന്നു. അതുപോലെ നല്ല കോണ്ടന്റുമായി താരങ്ങൾ വന്നപ്പോൾ 200 കോടിയും 300 കോടിയും ഒക്കെ യാഥാർത്ഥ്യമാകുന്നു. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം നമ്മൾ നല്ല സിനിമകളെ വിജയിപ്പിച്ചു. ഇതിലൂടെ ഇനിയും നല്ല സിനിമകൾ വരാനുള്ള വാതിൽ നമ്മൾ തുറന്നു കൊടുത്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ സിനിമ റിലേറ്റഡ് ആയി ഇത്തരം ചർച്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പല വീഡിയോയ്ക്കും അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, 2025 നിങ്ങളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച സിനിമ ഏതാണ്? ഒരു രക്ഷയില്ലാത്ത ഐറ്റം എന്ന് നിങ്ങൾക്ക് തോന്നിയ സിനിമ ഏതാണ്? ആ സിനിമയുടെ പേരൊന്ന് താഴെ കമന്റ് ചെയ്യുക. നമുക്കൊന്ന് നോക്കാം ആർക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.